നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും ഭീതി പടർത്തി വരികയാണ് നിപ്പ വൈറസിന്റെ സാന്നിധ്യം. സംസ്ഥാനത്ത് നിപ്പ സംശയം ശക്തമാകുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 14-കാരന് വൈറസ് ബാധിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത്. കുട്ടിയുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള 14 വയസ്സുകാരനാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നിപ്പ വൈറസ് ബാധയ്ക്ക് സമാനമായിട്ടുള്ള ലക്ഷണവുമായി കുട്ടി ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ ചികിത്സ നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കുട്ടിയുമായുള്ള സമ്പർക്കം പുലർത്തിയവരൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതായത് കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ് സാന്നിധ്യമുണ്ടോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജാഗ്രത വേണം എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ളത്. എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിപ്പ വൈറസിനെതിരെ പരീക്ഷണാത്മകമായിട്ടുള്ള വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ചു തുടങ്ങി എന്നൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. 18 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള 51 പേരിലാണ് ഈ നിപ്പയ്ക്കെതിരെയുള്ള വാക്സിന്റെ പരീക്ഷണം നടത്താൻ ആദ്യ ഡോസ് നൽകിയതെന്നതൊക്കെയായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ആസ്ട്രസെനക്ക കോവിഡ്-19 വാക്സിൻ പരീക്ഷണത്തിന് ഉപയോഗിച്ച അതേ ടെക്നോളജി തന്നെയായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഉപയോഗിക്കുന്നത് എന്നതാണ് അറിയിച്ചത്. നടക്കുന്ന ഈ പ്രാഥമിക പരീക്ഷണങ്ങൾക്ക് ശേഷം നിപ്പ ബാധിച്ച രാജ്യങ്ങളിൽ തുടർ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉയർന്നുവരുന്ന പകർച്ചവ്യാധികൾക്കെതിരെ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന ആഗോള കൂട്ടായ്മയായിട്ടുള്ള CEPI ആണ് ഇതിനൊക്കെ ധനസഹായം നൽകിയത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് മലേഷ്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നത്. പിന്നീട് ബംഗ്ലാദേശ്, ഇന്ത്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ നിപ്പ വ്യാപിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കേരളത്തിൽ 4ാം തവണ എത്തിയ നിപ്പ 6 പേരിലാണ് ബാധിച്ചത്. 6 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആണ് നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് എന്നതാണ് കണ്ടെത്തൽ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിലേക്ക് എത്തിയാലും രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നുണ്ട്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നൊക്കെ RT-PCR വഴി വൈറസിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ചുമ, വയറുവേദന, മനം പെരുട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൾ തുടങ്ങിയിട്ടുള്ള അപൂർവമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം രോഗി കോമ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്കാണ് നിപ്പ കൊണ്ടെത്തിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന എൻഫലൈറ്റിസ് എന്ന രോഗവും വരാനുള്ള സാധ്യതകൾ നിപ്പ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. വാക്സിൻ ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെയാണ് പ്രതീക്ഷ. എന്തായാലും ജാഗ്രത വളരെയധികം വേണ്ടുന്ന ഒരു സാഹചര്യമാണ്.